റെട്രോ ബാഹുബലിയുടെ കഥയാണെന്ന് തോന്നിയാൽ തെറ്റ് പറയാൻ പറ്റില്ല. ഇനി KGF-ന്റെ കഥ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും തെറ്റ് പറയാൻ പറ്റില്ല. ബൈ ദ വേ, കാര്യത്തിലേക്ക് വരാം. കങ്കുവയ്ക്ക് ശേഷം വന്ന സൂര്യയുടെ പടം, ജിഗർദാണ്ട XX-ന് ശേഷം വരുന്ന കാർത്തിക് സുബ്രാജിന്റെ പടം, അത് തന്നെയായിരുന്നു ഈ പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ്സ്. പടം ഇറങ്ങിയപ്പോൾ വന്ന ഡീഗ്രേഡിംഗ് നെഗറ്റീവ്സും ഈ പടം അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം കങ്കുവ പോലെയോ NGK പോലെയോ എതിർക്കും തുനിഞ്ഞവൻ പോലെയോ റെട്രോ എനിക്കൊരു ആരാധന സിനിമയായിട്ട് തോന്നിയില്ല. എനിക്കിഷ്ടമായി. ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് മെജോറിറ്റിക്ക് റെട്രോ ഇഷ്ടമാകാതിരുന്നതിന് പിന്നിലെ കാരണങ്ങളെ പറ്റിയിട്ടാണ്. ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് ഈ പടം നല്ല രീതിയിൽ വർക്കായി. ക്ലൈമാക്സും എല്ലാം ഉൾപ്പെടെ എനിക്ക് നല്ല രീതിയിൽ വർക്കായി. ഡീഗ്രേഡിങ്ങും നെഗറ്റീവ് റിവ്യൂസും വന്നതുകൊണ്ട് ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ പോയിട്ട് തല വയ്ക്കാതിരുന്ന ആളാണ് ഞാൻ. എന്നെ പോലെ എത്രയോ പേർക്ക് OTT-ൽ ഈ സിനിമ കണ്ടപ്പോൾ ഇഷ്ടമായി കാണും. അവരും തിയേറ്ററിൽ പോകാതിരുന്നത് ഈ നെഗറ്റീവ് ഓളുകളുടെ റിവ്യൂസ് ഒക്കെ കണ്ടിട്ടായിരിക്കും. എനിക്ക് പേഴ്സണലി തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണാത്തതിന്റെ കുറ്റബോധം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം ഈ സോ കോൾഡ് റിവ്യൂവേഴ്സിന്റെ ഇൻഫ്ലുവൻസ് ആണ്. ബേസിക്കലി ഞാൻ മൂവി റിവ്യൂസ് ചെയ്തതിന്റെ കാരണവും അതാണ്. കാരണം റിവ്യൂ എന്നത് ഞാൻ ആ സിനിമ ഒരു പ്രാവശ്യം കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്ന് പറയുന്ന അഭിപ്രായമാണ്. അതിൽ എന്തുകൊണ്ട് ഇഷ്ടമായില്ലെന്നും എന്തുകൊണ്ട് ഇഷ്ടമായെന്നൊക്കെ പറയാം. എനിക്ക് ഇഷ്ടമായ പടം മേ ബി നിങ്ങൾക്ക് ഇഷ്ടമാകണോ എന്നില്ല. ഇനി നിങ്ങൾക്ക് ഇഷ്ടമായ പടം എനിക്ക് ഇഷ്ടമാകണമെന്നില്ല. ഈ വീഡിയോന്റെ കമന്റിൽ നിങ്ങൾക്ക് അതിനുള്ള തെളിവുകളൊക്കെ കാണാനാകും. ഇനി കാര്യത്തിലേക്ക് വരാം. ഒരു ഗ്യാങ്സ്റ്റർ പടം അനാവശ്യമായിട്ടുള്ള സാമൂഹ്യ പ്രശ്നത്തിലേക്കും കാസ്റ്റിസത്തിലേക്കും ഡിസ്ക്രിമിനേഷനിലേക്കും ഒക്കെ പോയതാണ് ഈ സിനിമയ്ക്ക് പറ്റിയ തെറ്റ്. ഓൾറെഡി കാർത്തിക് അത് XX-ൽ പയറ്റി കഴിഞ്ഞാണ്. ജഗമേ തന്തിരത്തില് പയറ്റാൻ നോക്കിയിട്ട് പാളിപ്പോയതുമാണ്. പിന്നീട് അതേ സാധനം ഈ പടത്തിൽ കയറ്റേണ്ട ഒരു ആവശ്യമില്ല. ഒന്നല്ല ഗ്യാങ്സ്റ്റർ പടം എന്ന നിലയിൽ പോകുക, അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷനിലേക്ക് പോകുക. ഈ സിനിമയുടെ പ്ലോട്ട് ആക്ച്വലി ഡിസ്ക്രിമിനേഷൻസ് ക്രാഫ്റ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് കൊടുക്കുന്നില്ല. സോ ഫസ്റ്റ് ഹാഫിന് ശേഷം പെട്ടെന്നൊരു സ്വിച്ചിങ് എല്ലാ തരം പ്രേക്ഷകർക്കും ഫലിച്ചെന്ന് വരികയില്ല. നിങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ ഡിസ്ക്രിമിനേഷനോ കാണിക്കാം. ഉറപ്പായിട്ടും അത് ക്രിയേറ്ററുടെ ഫ്രീഡം ആണ്. പക്ഷേ അത് കാണിക്കാനായിട്ട് ഒരിക്കലും ഒരു സീൻ എടുത്ത് വെക്കരുത്. ആ കഥയും കഥാപാത്രങ്ങൾക്കും അതിനെ താങ്ങി നിർത്താനായിട്ട് അല്ലെങ്കിൽ അതിനെ ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് കെൽപ്പുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ ഒരു സീനൊക്കെ എടുത്ത് വെക്കേണ്ടത്. എനിക്ക് ഈ പടം ഇഷ്ടമാവാനുള്ള കാരണങ്ങൾ പറയാം. ഒന്ന്, സൂര്യ. ആക്ച്വലി ആ കണ്ണാടിയിൽ നോക്കിയിട്ട് ഗോഷ്ടി കാണിക്കുന്ന സീനൊന്നും ഒരു ഫീലും ഇല്ല. അതൊക്കെ ഫാൻസ് ചുമ്മാ അണ്ണനെ പൊക്കാനായിട്ട് പറയുന്നതാണ്. പ്രൈം സൂര്യ ആണെങ്കിൽ ആ സീനിൽ കണ്ടിരുന്നവരുടെ കണ്ണുവരെ പുള്ളി നിറച്ചേനെ. അത് വേറെ കേസ്. പാരിവേൽ എന്ന ക്യാരക്ടറിന്റെ ഒരു മീറ്റർ പിടിച്ച് അത് സെറ്റ് ചെയ്ത് തന്റെ റൂഡായിട്ടുള്ള ഭാവം മെയിൻറ്റെയിൻ ചെയ്തത് സൂര്യ എന്ന നടന്റെ സ്കിൽസ് ആണ്. ശരിക്കും ഒരു ടെറർ മനുഷ്യനാക്കി പാരിവേലിനെ സൂര്യ മാറ്റിയെടുത്തു. അതിനുശേഷം സൂര്യ ചിരിക്കുന്ന സീൻസും ഇമോഷണൽ ആവുന്ന സീൻസും എല്ലാം സൂര്യ നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ ആക്ഷൻ കൊറിയോഗ്രാഫി ഒക്കെ അടിപൊളിയാണ്. ഈച്ച് ആൻഡ് എവരി ഫൈറ്റ്സ് അടിപൊളിയായിരുന്നു. അതിലാകെ എനിക്ക് ഇഷ്ടപ്പെടാതിരുന്ന ഭാഗങ്ങൾ ആ ജയിൽ സീക്വൻസസ് മാത്രമായിരുന്നു. അത് ഫൈറ്റ് കൊറിയോഗ്രാഫിയിൽ വരുന്നതല്ല, എന്നാലും ആ ജയിൽ സീക്വൻസസ് ഒക്കെ വളരെ ബോറായിരുന്നു. പ്രത്യേകിച്ച് സൂര്യയുടെ മുടിയും താടിയൊക്കെ കണ്ടാലേ അറിയാം വിഗാണെന്ന്. സോ ആ ജയിൽ ഭാഗങ്ങളൊക്കെ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വളരെ മോശമായിട്ട് തോന്നിയേക്കാം. ഇതിൽ സന ചെയ്തു വെച്ചിരിക്കുന്ന BGM ഒക്കെ പക്ക ആപ്റ്റ് BGMs ആണ്. ജോർജ് ജോർജിന്റെ പ്രകടനവും അടിപൊളിയായിരുന്നു. പിന്നെ ഏറെ സന്തോഷം തോന്നിയത് ജയറാമിന്റെ ക്യാരക്ടറാണ്. നല്ല ക്യാരക്ടറായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അങ്ങേര് ക്രിഞ്ചടിപ്പിച്ച് കോമാളിത്തരങ്ങളൊന്നും ചെയ്തു വെച്ചില്ല. ഒരു കോമാളി ആയിട്ട് പോലും കോമാളിത്തരങ്ങളൊന്നും ചെയ്യാതെ ജയറാം ആ ക്യാരക്ടർ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പുള്ളി സിനിമയിൽ ഇടയ്ക്കൊക്കെ പറയുന്ന കോമഡീസ് ഒക്കെ എനിക്ക് നന്നായിട്ട് വർക്കായിരുന്നു. അതിൽ ജയറാമിന്റെ ഒരു സീനുണ്ട്. ജയറാം ആ ദ്വീപിലെ ആളുകളുടെ മുന്നിൽ ആദ്യമായിട്ട് കോമഡി വരുന്നത്. അതിൽ അങ്ങേര് ഒരേ സമയം മുഖത്ത് സന്തോഷവും സംശയവും വിഷമവും എല്ലാം മിന്നി വായിക്കുന്നുണ്ട്. മാത്രമല്ല സൂര്യ ആദ്യമായിട്ട് ചിരിച്ചതിനു ശേഷം പൂജയുടെ മുന്നിൽ വെച്ചിട്ട് ആദ്യമായിട്ട് സൂര്യ പെർഫോം ചെയ്യുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ ജയറാമിന്റെ ഹെൽപ്പ് വേണ്ട, സൂര്യ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ അഭിമാനത്തോടെ സൂര്യനെ നോക്കിയിട്ട് ജയറാം ഒരു എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. മിസ്റ്റർ ജയറാം, താങ്കളുടെ ഉള്ളിലെ നടൻ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഉറക്കമാണ്, ഒന്ന് ഉണർത്തിയാൽ മാത്രം മതി. ക്ലൈമാക്സിലെ സൂര്യയുടെ അമ്മയുടെ ചിരിയാണ് എല്ലാം നശിപ്പിച്ചത്. ആക്ച്വലി ആ സീനിന്റെ പ്രശ്നമല്ലായിരുന്നു അത്, അവരുടെ ചിരിയുടെ ടോണിന്റെ പ്രശ്നമാണത്. ആ ചിരി ഒന്ന് നന്നായി ചിരിച്ചിരുന്നതിൽ എല്ലാവരും പറഞ്ഞ പോലെ ക്ലൈമാക്സ് ബോറാവില്ലായിരുന്നു. അടിമത്തത്തിൽ കിടന്നിരുന്ന ജനത, ചിരിക്കാൻ മറന്ന ജനത തങ്ങളുടെ അടിമത്തത്തിൽ നിന്നും മോചനം വീണ്ടെടുക്കുന്നു. അടിച്ചമർത്തപ്പെട്ടവർക്ക് മുന്നിൽ അടിച്ചമർത്തുന്നവർ മുട്ടുമടക്കുന്നു. അവരുടെ ചിരിയിൽ അടിച്ചമർത്തുന്നവർ മുട്ടുമടക്കുന്നു. ഈ സീനിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ സൂര്യയുടെ അമ്മയുടെ ചിരിയാണ് അവിടെ പ്രശ്നമായത്. അത് ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ദഹിക്കണമെന്നില്ല. ആക്ച്വലി ഒരു ചിത്രകഥ പോലെയാണ് ഈ സിനിമ. അതിന്റെ ഓരോ പാർട്ടുകളും കണക്ട് ആക്കി പോകുമ്പോൾ കൾട്ട് എന്ന ഭാഗം മാത്രം കൂടിച്ചേരാത്ത പോലെ ഫീൽ ചെയ്തു. ഇമോഷന് വേണ്ടിയിട്ട് ചുമ്മാ എഴുതി ചേർത്ത പോലെ തോന്നി. ഇനി മറ്റൊന്നാണ് വില്ലൻ. കൊടുക്കുന്ന ബിൽഡപ്പ് വില്ലന്റെ ക്യാരക്ടറിൽ ഇല്ലാതിരുന്നതും വില്ലൻ ഒരു പരിചയമുള്ള മുഖം അല്ലാതായതും നെഗറ്റീവാണ്. ഞാൻ ആദ്യം അത് മാധവനാണെന്നാണ് കരുതിയത്. ഒരുപക്ഷെ അർജുൻ ദാസോ ധ്രുവ് വിക്രമോ ഒക്കെയാണ് ആ റോള് ചെയ്തിരുന്നതിൽ പടം വേറെ ലെവലായനെ. പക്ഷെ വില്ലന്റെ നിർഗുണ ക്യാരക്ടറൈസേഷനിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. കുറച്ചുകൂടെ ബോൾഡ് ആക്കിയിട്ട് അയാളെ എന്തുകൊണ്ടാണ് എല്ലാവരും ഭയക്കുന്നതെന്നും കിങ് എന്ന് വിളിക്കുന്നതെന്നും ഒക്കെ കുറച്ചുകൂടി കൺവിൻസിംഗ് ആക്കി കൊടുക്കണം. നോർമലി ഒരു കോൺഫ്ലിക്ട് ചെയ്താൽ മടിയുള്ള ഡയറക്ടേഴ്സ് ആണ് ക്ലീഷെ കോൺഫ്ലിക്റ്റ് ഒക്കെ എടുത്തിട്ട് പടത്തിന്റെ സബ് പ്ലോട്ട് ആക്കിയിട്ട് യൂസ് ചെയ്യുന്നത്. നായികയ്ക്ക് വേണ്ടിയിട്ട് നന്നാവുന്ന നായകനെ നമ്മൾ എത്രയോ കണ്ടു മടുത്താണ്. മറ്റൊരു ചെറിയ പ്രശ്നം കൂടി പറയാം. സൂര്യയുടെ 2 സ്റ്റിക്കും അത് നായകന്റെ ആയുധം പോലെയാണ് കാണിക്കുന്നത്. അതായത് കൽക്കി സിനിമയിൽ അമിതാഭ് ബച്ചന്റെ കയ്യിൽ സ്റ്റിക്ക് ഉണ്ട്. സോ ആ സ്റ്റിക്ക് വെച്ചിട്ട് അങ്ങേരെ അടിക്കുമ്പോൾ അത് പുള്ളിയുടെ ആയുധമാണ്, അതുണ്ട്
സിനിമയിൽ അങ്ങേരെ ആർക്കും തോപ്പിക്കാനാവില്ലെന്ന് നമുക്ക് തന്നെ ഒരു തോന്നൽ വരും. RDXലെ നീരജും പുള്ളിയുടെ നെഞ്ചക്കും തോറിന്റെ ആയുധം എല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. കാരണം അവയ്ക്കെല്ലാം ആ സിനിമയിൽ അത്രയധികം പ്രാധാന്യം ക്രിയേറ്റർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ലാസ്റ്റ് ഫൈറ്റിൽ ആ വടിക്കൊക്കെ ബിൽഡപ്പ് കൊടുത്തിട്ട് ഒന്നും തോന്നിയില്ല. ആ സ്റ്റിക്ക് നായകന് തമ്മിലുള്ള ബോണ്ടിങ് ഒന്നും കാണിക്കാതെ ചുമ്മാ ഒരു സീൻ എലിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫീലും വരില്ല. ഫസ്റ്റ് ഹാഫിനൊപ്പം വരാത്ത സെക്കൻഡ് ഹാഫിൽ വരുന്ന സപ്ലോട്ടും അവരുടെ സർവൈവലും ക്ലൈമാക്സും ഒക്കെയാണ് മെജോറിറ്റിക്ക് ഈ പടം വർക്കാകാതെ പോയത്. ക്ലൈമാക്സ് പോയാൽ പിന്നെ എല്ലാം പോയി, അത് വേറെ കാര്യം. ഇനി പ്രേക്ഷകർക്ക് എന്റെ അനുഭവത്തിൽ നിന്നൊരു അഡ്വൈസ് തരാം. ഒരു സിനിമ നിങ്ങൾക്ക് കാണാൻ തോന്നിയ പൈസ ഉണ്ടെങ്കിൽ പോയി കാണുക. നിങ്ങൾ അടുത്തറിയുന്ന ആളുകൾ എന്താണോ ആ പടത്തെ പറ്റി പറയുന്നത് അത് മാത്രം നിങ്ങൾ തീരുമാനം എടുക്കാൻ ഉപയോഗിക്കുക. സോഷ്യൽ മീഡിയയിൽ ലൈക്കിനും റീച്ചിനും പൈസയ്ക്കും വേണ്ടിയിട്ട് ഓരോന്ന് വിളിച്ചു പറയുന്നവരുടെ മുന്നിൽ നിങ്ങളുടെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വിട്ടുകൊടുത്താൽ നിങ്ങൾക്ക് മാത്രമായിരിക്കും നഷ്ടം. സോ നിങ്ങളുടെ അഭിപ്രായം അത് നിങ്ങളുടേത് മാത്രമായിരിക്കണം. അല്ലെങ്കിൽ ഈ സിനിമ കാണാതിരിക്കാനായിട്ട് ഈ നെഗറ്റീവ് ഓളികൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത പോലെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നീട് ആ കുറ്റബോധം പേര് നടക്കേണ്ടി വരും. ഇത് സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാത്തിലും അങ്ങനെയായിരിക്കണം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടേത് മാത്രമായിരിക്കണം. ഗെയിൻ റെസ്പെക്ട് ബിഫോർ യു ഗീവ് റെസ്പെക്ട്. അപ്പോൾ ഓക്കെ, ബൈ.